ഇവന്മാരൊക്കെ അവസ്ഥ നിനക്കൊക്കെ ഒന്ന് നന്നായിക്കൂടാ. അയ്യോ ചേട്ടാ, ഞങ്ങൾ പെട്ടെന്നായിട്ട് നന്നായിട്ട് നാട്ടുകാർ ഞങ്ങളെ പറ്റി നല്ല പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് വിഷമവും. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ചീത്തപ്പേരാണ്, അതുകൊണ്ട് അത് കളയാൻ മനസ്സില്ല ചേട്ടാ. ക്യാൻസർ ഒന്ന് ചാവാനാ നിന്റെയൊക്കെ വിധി. ആണല്ലേ? നല്ലവനെ പുകച്ചൂട്ടൻ നന്നായി. അവന്റെ അവിടെ ഞാൻ ഡെയിലി സിഗരറ്റ് മേടിക്കണം, എന്നിട്ട് അവൻ നമ്മടുത്ത് നന്നാവാൻ പാരാന്നാറി. ദേവന്റെ അടുത്ത വരാറി. എന്താണ് വെച്ചാണ് പരിപാടി? ഒരു പരിപാടി ഇല്ല കൂട്ടുകാരെ, ഞങ്ങൾ വെറുതെ സിക്കായിട്ട് ഇവിടെ വെറുതെ കമ്പനി അടിച്ചിരിക്കണായിരുന്നു. എന്താണ് എന്നൊന്ന് രക്ഷപ്പെടുത്താൻ പാടില്ലേ? നീ എന്നാ ഒരു കാര്യം ചെയ്ത് ഇവിടെ തലതല്ലി ചാവാൻ നോക്കാം, അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി നിന്നങ്ങാട്ട് രക്ഷപ്പെടുത്താം. തമാശയായിരുന്നോ? അല്ലടാ, വളിപ്പടിച്ചാണ്. എങ്കിൽ ശരി, ഞാൻ പോയി സിഗരറ്റ് മേടിച്ചിട്ട് വരാം. അത് വെറുതെ, ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് അല്ലെങ്കിൽ അടുത്ത തിരുവിലേക്ക്. എന്താടാ, ഞാൻ സിഗരറ്റ് മേടിച്ചിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. താൻ ഷോട്ടില്ലെന്ന് പറഞ്ഞോണ്ടല്ലേ തെറിക്കണത്? എന്താ വെച്ചു അങ്ങനെ ഒരു ഡോക്ക്? സത്യമല്ലേ? തനിക്ക് കമ്പനിക്കാരോട് വല്ല സ്നേഹമുണ്ടോ? പുകയടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ജന്മം. നിങ്ങൾ അടിക്കാത്ത സാധനം ഒന്നും അല്ലല്ലോ. പക്ഷെ ഞങ്ങ ഉണ്ടല്ലോ, ഒന്നും ഇല്ലെങ്കിലും കമ്പനി അടിക്കാൻ ഇറങ്ങും. ഞങ്ങൾ കമ്പനിക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കണം. സത്യം പറയാ, സിക്കായിട്ട് കിടന്നു പറഞ്ഞാൽ എനിക്ക് പനി പിടിക്കും. അത് കാരണം ഞാൻ ഓടി കിടന്ന് മരുന്നടിക്കണം. അല്ലാതെ ആർത്തി മൂത്തിട്ടല്ല. എടാ, വേണമെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി പിരിവിട്ട് നിനക്ക് ഒരു 1/2 കിലോ എടുത്ത് തരാം. നീ വീട്ടിൽ പോയി കൂട്ടിയിട്ട് കത്തിച്ചങ്ങാട് അർമാദിക്ക്. ഈ കാര്യോട്ട് പറഞ്ഞാ അത് കാര്യോട്ടെടുത്തേക്ക്. ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മച്ചാ. ഇവന് അടി 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. തെണ്ടി, നീ ഇനി മേലെ കമ്പനി അടിക്കാൻ വരരുത്. എടാ, ഇവനായിട്ടൊന്നും കമ്പനി അടിക്കാൻ കൊള്ളു. നമുക്കോ ഇവനെ ഒന്ന് സർക്കാസം ചെയ്യാൻ പോലും കൊള്ളൂല. നീയൊക്കെ പോയ എനിക്ക് മലരാണ്. എന്റെ അപ്പന്റെ വീട്ടിൽ പോയി എനിക്ക് ഷോട്ട് അടിക്കും.